സ്റ്റുഡൻസ്, സോ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മുടെ കോർപ്പറേറ്റ് ലോ, നിങ്ങളുടെ മാനേജ്ഡ് എക്കണോമിക്സ് കഴിഞ്ഞിട്ടുള്ള എക്സാം കോർപ്പറേറ്റ് ലോ ആണ്. അപ്പോൾ അതിനുള്ള കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസും അതിൻ്റെ കുറച്ച് ഡിസ്കഷൻസും ആണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ മാനേജ്ഡ് എക്കണോമിക്സിൻ്റെ എക്സാം കഴിഞ്ഞ ഉടനെ ഈ വീഡിയോയും കാണുക. ഇപ്പോൾ കാണണമെന്നില്ല, ഞാനിപ്പോൾ നേരത്തെ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ബാക്കിയുള്ള നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉള്ളതൊക്കെ ഇതിനകത്ത് ഇതിന് കമൻസ് ആയിട്ട് ഇട്ടാൽ മതി. അപ്പം ഏതൊക്കെ പോർഷനാണോ വേണ്ടത് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീൽ ചെയ്ത് തരാം. അപ്പോൾ ഇന്ന് നമുക്കിപ്പോൾ ആദ്യം സാമ്പിൾ ക്വസ്റ്റ്യൻസ് എ പാർട്ട്, ബി പാർട്ട്, സി പാർട്ട് എന്ന രീതിയിൽ നമുക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻസ് കാണാം. കോർപ്പറേറ്റ് ലോ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണ്. ലോ ആയതുകൊണ്ട് അതിൻ്റെ ഡെഫിനിഷൻസ് ആണെങ്കിലും എല്ലാം ലോയിലെ, നമ്മുടെ കമ്പനി ലോയിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതുകൊണ്ട് ഇത് ഇച്ചിരി പാടായിരിക്കും പഠിക്കാൻ. പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോസ് എല്ലാം കണ്ട് ഇതിൽ പറയുന്ന എക്സ്പ്ലനേഷനൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം നല്ല സ്കോറൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് വൈകാതെ തന്നെ നമ്മളുടെ പാർട്ട് ഡിസ്കഷനിലേക്ക് പോവാം. സോ പാർട്ട് എ, ബി, സി എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഇന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പാർട്ട് എയിൽ ഒരു 9 ക്വസ്റ്റ്യനോളം, പാർട്ട് ബിയിൽ ഒരു 8 ക്വസ്റ്റ്യൻസ് ആൻഡ് പാർട്ട് സിയിൽ ഒരു 4 ക്വസ്റ്റ്യൻസ്. ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് ഇച്ചിരി പാടുള്ളതായതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് പാർട്ട് എയിലേക്ക് പോവാം. പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഡിഫൈൻ ടേംസ് CIN, പ്രൊമോട്ടർ, അൾട്ടർ-വൈറസ്, ദെൻ പ്രോസ്പെക്ടസ് ആൻഡ് ബോണസ് ഷെയർസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറേ ടേംസ് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഇടാൻ കാരണമെന്ന് വെച്ചാൽ ഇത്രയും പോർഷൻസ് കവർ ചെയ്യാനാണ്. കൂടുതൽ വീഡിയോസ് ഞാൻ കോർപ്പറേറ്റ് ലോയിൽ ഇട്ടിട്ടില്ല. അപ്പം മാക്സിമം ടോപ്പിക്സ് ഇതിൽ തന്നെ കവർ ചെയ്ത് പോകാം എന്നുള്ളൊരു ഉദ്ദേശം കൂടെ എനിക്ക് ഈ ഒരു കൺസെപ്റ്റിലുണ്ട്. അപ്പോൾ ഡിഫൈൻ ഈ ടേംസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 1-2 ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുന്നുണ്ടാവുള്ളൂ. ഞാനിവിടെ ഒരു 5 ടേംസോളം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ വാട്ട് ഈസ് ദ റോൾ ഓഫ് CEO, CFO ആൻഡ് ഡയറക്ടർ ഓഫ് എ കമ്പനി. CEO, CFO ഒക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. അതുപോലെ ഡയറക്ടർ, കമ്പനിയുടെ ഡയറക്ടർ, ഇവരുടെയൊക്കെ മേജർ റോൾസ് എന്താണ്. ദെൻ വാട്ട് ഈസ് മെൻ ബൈ ഡെസൊല്യൂഷൻ ആൻഡ് വൈൻഡിങ് അപ്പ് ഓഫ് എ ഫേം ഓർ എ കമ്പനി. ഒരു കമ്പനി ഡെസൊല്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്. ദെൻ വാട്ട് ഈസ് ഡോക്ട്രൈൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ആൻഡ് ഇൻഡോ മാനേജ്മെൻറ്റ്. 2 ടൈപ്പ് അല്ലെങ്കിൽ 2 ഡോക്ട്രൈൻസ് ആണ്. കൺസ്ട്രക്റ്റീവ് നോട്ടീസും അതുപോലെ ഇൻഡോ മാനേജ്മെൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. പിന്നെ കുറച്ച് ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അജണ്ട, മിനിറ്റ്സ്, കോറം ആൻഡ് പ്രോക്സി. ഇതെല്ലാം മീറ്റിംഗ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു മെമ്പർഷിപ്പ് റിലേറ്റഡ് ആയിട്ട് ഒരു കമ്പനിയിൽ പല പല മീറ്റിംഗ്സ് നടത്തത്തില്ലേ, ആ മീറ്റിംഗ്സിലുള്ളതാണ് അജണ്ടയും മിനിറ്റ്സും കോറവും പ്രോക്സിയും ഒക്കെ. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ദെൻ ഹൂ ക്യാൻ ബി എ മെമ്പർ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ മെമ്പർ ആവണമെങ്കിൽ അതിന് വേണ്ട ക്വാളിറ്റീസ്. ദെൻ വാട്ട് ആർ LLP അഗ്രിമെൻറ്റ് ആൻഡ് DPIN. DPIN എന്ന ടേം എന്താണ്, അതുപോലെ LLP അഗ്രിമെൻറ്റ് എന്താണ്. ദെൻ ഹൂ ഈസ് ഒഫീഷ്യൽ ലിക്വിഡേറ്റർ എന്ന കൺസെപ്റ്റ്. അപ്പോൾ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ എന്ന് പറയുമ്പോൾ ആരാണ്. ദെൻ വാട്ട് ഈസ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. കമ്പനിയുടെ ടൈപ്സ് നോക്കുമ്പോൾ ലിമിറ്റഡ് ബൈ ലയബിലിറ്റി, ലിമിറ്റഡ് ബൈ ഷെയർസ്, അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പാർട്ട് എയിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാ മൊഡ്യൂൾസിലെയും കുറച്ച് ഭാഗങ്ങൾ എടുത്തു. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അത്രത്തോളം ഇതിൽ പോർഷൻസ് ഉള്ളതുകൊണ്ട്. അപ്പം ഞാൻ മാക്സിമം പോർഷൻ ഇതിലൊക്കെ കവർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഇനിയും വീഡിയോസ് ഇടാം, ബാക്കി നോട്ട്സൊക്കെ കവർ ചെയ്ത് കുറച്ചുകൂടെ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ പാർട്ട് എ കണ്ടു. ഇനി പാർട്ട് ബി ആകുമ്പോൾ നിങ്ങളുടെ ഒരു 8 മാർക്സ് ക്വസ്റ്റ്യൻസിനൊക്കെ വരുന്ന ഒരു ബേസാണ്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് പല ടൈപ്പ് ഉണ്ട്. ഡോമിനൻറ്റ് പാർട്ട്ണർ, സ്ലീപ്പിംഗ് പാർട്ട്ണർ, ആക്റ്റീവ് പാർട്ട്നേഴ്സ്, അങ്ങനെ അല്ലെങ്കിൽ പാർട്ട്ണർ ബൈ എസ്റ്റോപ്പിൾ, അങ്ങനെ കുറേ ടേംസ് ഉണ്ട്. അതിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ അവരുടെ ടൈപ്സ് ഒക്കെ എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കണം. ഏതൊക്കെ ടൈപ്പ് പാർട്ട്ണർ ഉണ്ട്. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്. കമ്പനി പാർട്ട്ണർഷിപ്പ് കമ്പനി എന്ന് പറയുന്നതും ഒരു സോൾ കമ്പനി എന്ന് പറയുന്നതും ഒക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ അറിയണം. ആ പാർട്ട്ണർഷിപ്പ് കമ്പനിയിൽ 2 ആൾക്കാർ ഇൻവോൾവ് ചെയ്ത് ഒന്നിലധികം ആൾക്കാർ ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവുന്നതിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അതിനൊരു അഗ്രിമെൻ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പാർട്ട്നേഴ്സ് എന്തൊക്കെ ടൈപ്പ് പാർട്ട്നേഴ്സ് ഉണ്ട്. ചിലവരെല്ലാത്തിലും ആക്റ്റീവായി മീറ്റിങ്സിലുമൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന, ഡെയിലി ആക്ടിവിറ്റീസൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന പാർട്ട്നേഴ്സ് ഉണ്ടാവും. അവർ ആക്റ്റീവ് പാർട്ട്നേഴ്സാണ്. പിന്നെ സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ അവർ പ്രോഫിറ്റ് ഷെയറിങ്ങിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, കൂടുതലുള്ള ആക്ടിവിറ്റീസിൽ ഉണ്ടാവില്ല. പാർട്ട്ണർ ബൈ എസ്റ്റോപ്പിൾ, പാർട്ട്ണർ ബൈ ലീഡർഷിപ്പ്, അങ്ങനെ പല രീതിയിലുള്ള പാർട്ട്ണർഷിപ്സ് ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ദെൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനി ആൻഡ് കമ്പനീസ് ആക്ട്. ഇത് 2 ക്വസ്റ്റ്യൻ ആണ് ശരിക്കും. വാട്ട് ആർ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനി. കമ്പനിക്ക് പല പല ഫീച്ചേഴ്സ് ഉണ്ട്. കോമൺ സീൽ, പെർപെച്വൽ സക്സഷൻ, ഇങ്ങനെ കുറേ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടാവും. അതാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്, സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനി. അതുപോലെ കമ്പനി ആക്ടിനും കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതൊക്കെ എന്താണ്.
ദെൻ വാട്ട് ആർ ദ വേരിയസ് സ്റ്റേജസ് ഓഫ് എ ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി ഫോം ചെയ്ത് വരുമ്പോൾ പല സ്റ്റേജ് ഉണ്ട്. ഫോമിങ്, നോമിങ്, സ്റ്റോമിങ്, പെർഫോമിംഗ് എന്ന് പറഞ്ഞ സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസ് ആണ് ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ദെൻ വാട്ട് ആർ ദ കണ്ടൻസ് ഓഫ് ദ MOA ആൻഡ് ഇറ്റ്സ് എക്സെപ്ഷൻസ്. മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ അതുപോലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന 2 കൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ കമ്പനിയുടെ ചാർട്ടറായി പറയുന്ന ഇതിലൊന്നാണ്. അപ്പോൾ എന്താണ് ഈ MOA, അതുപോലെ എവിടെയൊക്കെയാണ് നമ്മൾ എക്സെപ്ഷൻസ് കാണാറ്. MOAയിൽ എക്സെപ്ഷൻസ് കുറേ ഉണ്ട് നമുക്ക് പഠിക്കാനുള്ള. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സെപ്ഷൻ ടു ദ MOA അത് ആണ് ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദെൻ വാട്ട് ആർ ദ മോഡ്സ് ഓഫ് അക്വയറിംഗ് മെമ്പർഷിപ്പ് ഇൻ എ കമ്പനി ആൻഡ് വാട്ട് ആർ ദ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഒരു മെമ്പർ, ഇപ്പോൾ നമ്മൾ ഹൂ ആർ ദ മെമ്പേഴ്സ്, ഹൂ ക്യാൻ ബി എ മെമ്പർ ടു എ കമ്പനി എന്നൊരു ക്വസ്റ്റ്യൻ A പാർട്ടിൽ പറഞ്ഞില്ലേ. അപ്പോൾ അതിന് ഏതൊക്കെ മോഡ്സിലാണ് നമ്മൾ ക്വാളിഫൈ ആവുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മെമ്പർഷിപ്പ് വാങ്ങുക നമ്മുടെ കമ്പനിയിൽ. അതുപോലെ ഒരു മെമ്പർ ആണെങ്കിൽ നമ്മൾ എന്തെല്ലാം റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അവിടെ ചെയ്യണം എന്ന കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ. ദെൻ വാട്ട് ആർ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ പാർട്ട്നേഴ്സ്. ഒരു പാർട്ട്ണർഷിപ്പ് ആവണമെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാവണം, അഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം, 2 പാർട്ടീസ് ഉണ്ടാവണം, അവരുടെ സമ്മതത്തോടെ ആയിരിക്കും. അങ്ങനെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. അതുപോലെ ഇവർക്ക് പല ഡ്യൂട്ടീസും റൈറ്റ്സും ഉണ്ട് പാർട്ട്നേഴ്സിൻ്റെ. അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ദെൻ വാട്ട് ആർ ദ പ്രൊവിഷൻസ് അണ്ടർ ദ എയർ ആക്ട് കൺട്രോൾ എയർ പൊല്യൂഷൻ. നിങ്ങളുടെ ലാസ്റ്റ് മൊഡ്യൂള് എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ആയിട്ടാണ്. അവിടെ കുറേ പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എയർ ആക്റ്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ വാട്ട് ആർ ദ മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി. ഒരു കമ്പനി വൈൻഡിങ് അപ്പ് ഡെസൊല്യൂഷൻ, അത് നമ്മൾ ഒരു A പാർട്ട് ക്വസ്റ്റ്യൻ ഇല്ലേ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് വൈൻഡ് അപ്പ് ചെയ്യുന്നത്, കമ്പനി വൈൻഡ് അപ്പിൻ്റെ പ്രോസസ്സ് എങ്ങനെ, ഇതാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് B പാർട്ടിലുള്ള മേജർ ക്വസ്റ്റ്യൻസ്. ഇനി പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻ. പാർട്ട് സി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ 15 മാർക്ക് ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യനൊക്കെ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരില്ലേ, ആ ഒരു ക്വസ്റ്റ്യനാണ്. അതിൽ ജസ്റ്റ് ഞാൻ 4 പറയുന്നുള്ളൂ ഇവിടെ. ഇനിയും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ദെൻ വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ് അണ്ടർ ദ കമ്പനി ആക്ട് ഓഫ് 2013. 2013 കമ്പനി ആക്ടിൽ ഒരു കമ്പനിയുടെ ക്ലാസിഫിക്കേഷൻ, പല ടൈപ്പ് ഓഫ് കമ്പനി ഉണ്ട്, പ്രൈവറ്റ്, പബ്ലിക്, അതെല്ലാം ഓരോ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടെ 1 പേഴ്സൺ, പാർട്ട്ണർഷിപ്പ് കമ്പനി, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി കമ്പനി, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി കമ്പനി, അങ്ങനെ കുറേ ടൈപ്പ് കമ്പനീസ് ഉണ്ട്. അതിൻ്റെ ടൈപ്സ് ആണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ. Then what are the matters to be stated in the prospectus and what are the consequences of misstatement of prospectus? പ്രോസ്പെക്ടസ് എന്ന ടേം എന്താണ്, ഒരു കമ്പനിയുടെ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലെന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, ഇനി അത് മിസ് സ്റ്റേറ്റ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ് സംഭവിക്കുക, പ്രോസ്പെക്ടസിൽ തെറ്റുകുറ്റങ്ങളുണ്ടപ്പോൾ അത് എന്തൊക്കെ കോൺസിക്വൻസിന് കാരണമാകും. Then what are the requisites for a meeting and the various meetings of a company? ഒരു കമ്പനിയിൽ എന്തൊക്കെ ടൈപ്പ് മീറ്റിംഗ് ഉണ്ട്, ആ ഒരു മീറ്റിങ്ങിന് എന്തെല്ലാം നമ്മൾ നോക്കണം. ഇപ്പോൾ അതിൻ്റെ ക്വാറം ഉണ്ടാവും, പ്രോക്സി ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. Then what is LLP agreement and what are the advantages and disadvantages of LLP? LLP എന്ന് പറയുമ്പോൾ എന്താണ്, ഓക്കെ, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് അഗ്രിമെൻ്റ്, അത് എന്താണെന്ന് പറയണം. അതുപോലെ എന്തെല്ലാം അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട് ഈ ഒരു LLPയിൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാർട്ട് സിയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിനേക്കാളും ക്വസ്റ്റ്യൻസും ഉണ്ട്, പക്ഷേ എനിക്ക് ഡിസ്കസ് ചെയ്ത് തീർക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇടുന്നത്. ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ ബാക്കിയുള്ള നിങ്ങൾക്ക് വേണ്ട നോട്ട്സ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ പാർട്ട് A, B, C ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഹോപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. പാർട്ട് എയിൽ ഓൾമോസ്റ്റ് 9 ക്വസ്റ്റ്യൻസ്, പാർട്ട് ബിയിൽ ഓൾമോസ്റ്റ് 8 ആൻഡ് പാർട്ട് സിയിൽ ഒരു 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻ ഡീറ്റെയിൽ ഈ ഓരോ പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ പാർട്ട് എയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് ഈസ് എ കോർപ്പറേറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ? CIN എന്ന ടേം എന്താണെന്നായിരുന്നു ചോദിച്ചിരുന്നത്. വാട്ട് ഈസ് CIN? CIN means it is a corporate identification number and it is a unique identification number that is assigned by the register of companies to the companies registered in a company or in India. ഇന്ത്യയിൽ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന ROCയിലാണ്, അല്ലേ, രജിസ്റ്റർ ഓഫ് കമ്പനീസിലാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം ഏതൊരു കമ്പനിയാണെങ്കിലും. അപ്പോൾ ആ ഒരു കമ്പനി നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 12 ഡിജിറ്റ് നമ്പറിനെയാണ് ഒരു 21 ഡിജിറ്റ് ആൽഫ ന്യൂമറിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. നമ്മളുടെ ആധാർ കാർഡിലെ നമ്പറൊക്കെ ഇല്ലേ 12 ഡിജിറ്റ്, അതുപോലെ ഒരു 21 ഡിജിറ്റ് നമ്പറിനെയാണ് നമ്മൾ CIN അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയാം. So the ROC gives the CIN to companies while issuing their registration certificate. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു CIN നമ്പറും കിട്ടും.
The 21-digit alphanumeric number provided to all the private company limited, 1% companies, companies owned by the government of India, state government companies, non-profit, Nidhi companies, etc. registered in India. ഇപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ജസ്റ്റ് ഒരു പ്രൈവറ്റ് കമ്പനിക്കോ പബ്ലിക് കമ്പനിക്കോ മാത്രമൊന്നുമല്ല, 1% കമ്പനി ആണെങ്കിലും നിധി കമ്പനീസ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ സെൻട്രൽ ഗവൺമെൻറ് കമ്പനിയോ 1%ഓ എല്ലാ ടൈപ്പ് കമ്പനീസിലും നമ്മൾ ഈ ഒരു ഡിജിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു 21 ഡിജിറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇതിനുണ്ട്. അതിനകത്തുണ്ടാവുന്ന കണ്ടൻസ് ആണ് ഇനി പറയുന്നത്. വാട്ട് ആർ ദ മേജർ തിങ്സ് വിച്ച് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് നമ്പർ 21 ഡിജിറ്റ് ആൽഫാ ന്യൂമറിക് എന്ന് പറയുമ്പോൾ അതൊക്കെ എന്തൊക്കെ റിപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ലിസ്റ്റിംഗ് ഇയർ ഓഫ് ഇൻകോപ്പറേഷൻ, എന്നാണ് ഇത് ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. 2020 രജിസ്റ്റർ ചെയ്തതെന്ന് 2020 ഉണ്ടാവും. ദെൻ സ്റ്റേറ്റ് കോഡ് ഉണ്ടാവും, ഡൽഹി ആണെങ്കിൽ DL, അങ്ങനെ ഓരോ സ്റ്റേറ്റിൻ്റെ കോഡ് ഉണ്ടായിരിക്കും. പിന്നെ ടൈപ്പ് ഓഫ് കമ്പനി ഉണ്ടാവും, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണോ, 1% കമ്പനിയാണോ, ഒരു കമ്പനി ഓൺ ബൈ ഗവൺമെൻറ് ആണോ, അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ലിസ്റ്റിംഗ് സ്റ്റാറ്റസ് ഉണ്ടാവും, ലിസ്റ്റഡ് ആണോ അതോ അൺലിസ്റ്റഡ് ആണോ. ലിസ്റ്റഡ് മീൻസ് NSEയിലോ BSEയിലോ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയാണോ, ഷെയർസ് മാർക്കറ്റിൽ പോകുന്ന കമ്പനിയാണോ, അല്ലാത്ത കമ്പനീസാണോ, നോൺ ലിസ്റ്റഡ് കമ്പനീസ് ആണോ, അത് മെൻഷൻഡ് ആയിട്ടിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഒരു CIN നമ്പറിൽ ഉണ്ടാവുക. CIN എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, കമ്പനി ROCയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു 21 ഡിജിറ്റ് ആൽഫ ന്യൂമറിക് നമ്പറാണ് CIN. എല്ലാ കമ്പനികൾക്കും കിട്ടുന്നുണ്ട്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ തന്നെയാണ് കൊടുക്കുക. ഒരു പ്രൈവറ്റ് ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും ഗവൺമെൻറ് ഓൺഡ് ആണെങ്കിലും സെൻട്രലോ സ്റ്റേറ്റ് നിധി കമ്പനീസ് ആണെങ്കിലും നോൺ പ്രോഫിറ്റ് കമ്പനി ആണെങ്കിലും എല്ലാവർക്കും ഈ ഒരു CIN നമ്പർ ഉണ്ടാവും. പിന്നെ ഇതിൽ ഇയർ ഓഫ് ഇൻകോപ്പറേഷൻ ഉണ്ടായിരിക്കും, സ്റ്റേറ്റ് കോഡ് ഉണ്ടായിരിക്കും, പിന്നെ ദ ടൈപ്പ് ഓഫ് കമ്പനി ഉണ്ടായിരിക്കും, ആൻഡ് ഓൾസോ ദ ലിസ്റ്റിംഗ് സ്റ്റാറ്റസ് ഇസ് ഓൾസോ മെൻഷൻഡ് ഇൻ ദ CIN നമ്പർ. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദ CIN എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് ഹൂ വാസ് എ പ്രൊമോട്ടർ എന്നായിരുന്നു. സോ നെക്സ്റ്റ് ആണ് പ്രൊമോട്ടർ ഓഫ് എ കമ്പനി. പ്രൊമോട്ടർ ഓഫ് എ കമ്പനി നമ്മുടെ കമ്പനി ആക്ട് 2013 പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദ കമ്പനി ആക്ട്. എപ്പോഴും നമ്മൾ ഒരു ഡെഫിനിഷൻ എഴുതുമ്പോൾ അക്കോർഡിംഗ് ടു കമ്പനി ആക്ട് എഴുതാൻ പറ്റുന്നെങ്കിൽ അത്രയും നല്ലതായിരിക്കും. പക്ഷെ എല്ലാത്തിൻ്റെയും അത് പഠിക്കാൻ ഇച്ചിരി പാടായതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ വേർഡ്സിൽ എഴുതാം. പക്ഷേ ഇത് കുറച്ച് സിംപ്ലറാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാവുന്നേ ഉള്ളൂ. എ പ്രൊമോട്ടർ ഇൻ എ കമ്പനി റെഫേഴ്സ് ടു എ പേഴ്സൺ. 3 കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്താലാണ് ഒരു ആളെ, ഒരു കമ്പനിയുടെ പ്രൊമോട്ടർ എന്ന് നമ്മൾ അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. വാട്ട് ആർ ദേ? To a person who has been named in the prospectus of a company or is identified by the company its annual return. നമ്മുടെ കമ്പനിക്ക് ഒരു പ്രോസ്പെക്ടസ് ഉണ്ട്, ആ പ്രോസ്പെക്ടസിൽ ഇയാളുടെ പേരുണ്ടായിരിക്കണം ആസ് എ പ്രൊമോട്ടർ. അതൊരു ഫസ്റ്റ് ക്രൈറ്റീരിയ ആണ്. ദെൻ ഹി ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഹാസ് കൺട്രോൾ ഓവർ ദ അഫെയർസ് ഓഫ് എ കമ്പനി. ആ കമ്പനിയുടെ അഫെയർസുമായിട്ട്, കമ്പനിക്ക് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ അഫെയർസ് ഉണ്ടോ, അഫെയർസുമായിട്ട് ഒരു ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോൺടാക്ട് ഈ ഒരു പേഴ്സണ് വേണം. ദെൻ ഹി വിൽ ബി എ പ്രൊമോട്ടർ. ആൻഡ് ഓൾസോ ഹി അഡ്വൈസസ്, ഇൻസ്ട്രക്ട്സ് ഓർ ഡയറക്ട്സ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി. അതുപോലെ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സില്ലേ, BOD, ഏറ്റവും ടോപ്പ് ലെവൽ ആൾക്കാർ, ടോപ്പ് മാനേജ്മെൻറ്റ്. അപ്പോൾ അവർ ഒരു അഡ്വൈസ് ചെയ്യാനും ഇൻസ്ട്രക്ട് ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും ഒക്കെ റൈറ്റുള്ള ആളായിരിക്കും എപ്പോഴും ഈ പ്രൊമോട്ടർ. സോ അക്കോർഡിംഗ് ടു ദ കമ്പനി ആക്ട് ഓഫ് 2013, എ പ്രൊമോട്ടേഴ്സ് നെയിം ഷുഡ് ബി ഇൻ ദ പ്രോസ്പെക്റ്റഡ്. ഹി ഷുഡ് ഹാവ് എ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് എഫക്റ്റ് ഓൺ ദി അഫയേഴ്സ് ഓഫ് എ കമ്പനി, ആൻഡ് ഓൾസോ ഹി ഷുഡ് have the capacity to advise, instruct and direct the board of directors. Then a person in that company can be called as a promoter. Okay, ഇതാണ് അബൌട്ട് പ്രൊമോട്ടർ. അപ്പോൾ CIN പറഞ്ഞു, അതുപോലെ പ്രൊമോട്ടർ പറഞ്ഞു. ഇനി ഉണ്ടായിരുന്ന അതിനകത്തൊരു ടേം എന്ന് വെച്ചാൽ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ്. അൾട്രാ വൈറസ് എന്താണെന്നാണ് ചോദിച്ചിരുന്നത്. അൾട്രാ വൈറസ് നോക്കുമ്പോൾ നമുക്ക് എന്താ വൈറസോ എന്നൊരു കൺസെപ്റ്റ് വിചാരിക്കുക. അതൊന്നുമല്ല, നമ്മുടെ കമ്പനിയിൽ അൾട്രാ വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു ടേമിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ദ വേൾഡ് അൾട്രാ എന്ന് പറഞ്ഞാൽ ബിയോണ്ട് എന്നാണ്, വൈറസ് എന്ന് പറഞ്ഞാൽ പവറാണ്. സോ ബിയോണ്ട് ദ പവർ എന്നൊരു കൺസെപ്റ്റാണ് അൾട്രാ വൈറസ് എന്ന വേർഡിന് മീനിങ് വരുന്നത്. ഇതൊരു ലാറ്റിൻ ടേമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. സോ ഹെൻസ് അൾട്രാ വൈറസ് മീനിങ് ഇസ് ആൻ ആക്ട് ഓഫ് എ കമ്പനി വിച്ച് ഇസ് ബിയോണ്ട് ദ പവേഴ്സ് ഗിവൺ ടു എ കമ്പനി വയ ദ ഒബ്ജക്ട്സ് മെൻഷൻഡ് ഇൻ ദ MOA ഓഫ് ദ കമ്പനി. ഒരു കമ്പനിക്ക് കുറച്ച് പവേഴ്സ് ഉണ്ട്, അതുക്കും മേലെ വരുന്ന കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, അതിലും വലുത്. അങ്ങനെയുള്ള ഒരു ടോപ്പിക്കിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒബ്ജക്ട്സിനെയാണ് നമ്മൾ അൾട്രാ വൈറസ് എന്ന് പറയുക. സോ the doctrine of the ultra vires act as a safeguard for the creditors and investors of a company, as it prevents the company from using the money of the investors for any purpose other than those mentioned under the object clause. ഇപ്പോൾ ഓരോ ക്രെഡിറ്റേഴ്സ് ആണെങ്കിലും ആ കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടാവും കമ്പനിക്ക്, അല്ലേ? ആ കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിനായിരിക്കണം യൂസ് ചെയ്യണത്? കമ്പനിയുടെ അഫെയർസിന് വേണ്ടി, ഇൻറ്റേർണൽ എക്സ്റ്റേണൽ അഫെയർസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ അത് പുറത്തോട്ട് ഉപയോഗിക്കാതെ
നമ്മുടെ കമ്പനിയുടെ അസറ്റ്സിനെ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിൻ്റെ അസറ്റ്സിനെ സൂക്ഷിക്കുന്ന ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അതിന് അവർക്കൊരു സേഫ് ഗാർഡിങ് ആയിട്ട് വരുന്ന ഈ ഒരു ഡോക്ട്രെയിനാണ്. അപ്പോൾ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ സേഫ് ഗാർഡ് ചെയ്യാൻ ആ പൈസ വേറെ ഒന്നിനും ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഡോക്ട്രെയിനാണ് ദിസ് ഡോക്ട്രെയിൻ ഓഫ് അൾട്രാ വയർലെസ്. സോ ദിസ് മീൻസ് ബിയോണ്ട് ദ പവർ ആൻഡ് it is the act of a company which is beyond the powers given to a company via the objects mentioned in the MOA of the company. MOA എന്ന് വെച്ചാൽ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡോക്ട്രെയിൻ ഓഫ് അൾട്രാ വയർലെസ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊമോട്ടർ എന്ന് പറയുമ്പോൾ അയാളുടെ പേര് പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കണം എന്നൊരു ടേം പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ പ്രോസ്പെക്ടസ്? The Section 236 of the Company Act defines prospectus as a prospectus means any document prescribed or issued as the prospectus includes any notice, circular, advertisement or any other document, invent, deposits from the public or inviting offers from the public for the subscription or purchase of a share in and debenture of a body corporate. ഇപ്പം നമ്മൾ ഒരു പബ്ലിക് ഓഫറിങ് ചെയ്യത്തില്ലേ, പബ്ലിക്കിൻ്റെ IPOs ഇഷ്യൂ ചെയ്ത് നമ്മൾ പബ്ലിക്കിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യില്ലേ ഷെയർസിനെ. അപ്പോൾ അതെല്ലാം മെൻഷൻ ചെയ്ത് ഇറക്കുന്ന ഏതൊരു നോട്ടീസിനെ, ഏതൊരു സർക്കുലറിനെ, ഏതൊരു അഡ്വർടൈസ്മെൻറ്റിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? പ്രോസ്പെക്ടസ് എന്ന് പറയാം. അപ്പോൾ ഒരു റിട്ടേൺ അല്ലെങ്കിൽ പ്രിൻറ്റഡ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആയിരിക്കും ഇത്. നമ്മൾ എത്ര ഡെപ്പോസിറ്റ്, എങ്ങനെയാണ് ഇത് പബ്ലിക്കിലേക്ക് എത്തിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നൊരു ഡോക്യുമെൻറ്റിനെയാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് എസെൻഷ്യാലിറ്റീസ് ഉണ്ട്. എന്തൊക്കെ ഉണ്ടായിരിക്കണം? ദർ മസ്റ്റ് ബി ആൻ ഇൻവിറ്റേഷൻ ഓഫറിംഗ് ടു ദ പബ്ലിക്. ഒരു പബ്ലിക്കിലേക്കുള്ളൊരു ഓഫറിംഗ് ഉണ്ടായിരിക്കണം, ഇൻവിറ്റേഷൻ പോലെ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഇത്ര രൂപയുടെ ഷെയർ ഞങ്ങൾ ഇത്ര ഫേസ് വാല്യൂവിൽ വിൽക്കുകയാണ് എന്നൊരു, ഇപ്പോൾ ആവശ്യമുള്ളവർക്ക് വന്ന് ഈ ഒരു സാധനം പർച്ചേസ് ചെയ്യാം എന്ന് പറഞ്ഞൊരു ഇൻവിറ്റേഷൻ ഉണ്ടാവണം. Then the invitation must be made on the behalf of a company or intended company. ഏത് കമ്പനിയാണോ ആ ഒരു പ്രപ്പോസൽ ഇറക്കുന്നത് അവരുടെ മെൻഷൻ ഉണ്ടാവുക, ആ ബിഹാഫിൽ മാത്രമേ ആ ഇൻവിറ്റേഷൻ ഉണ്ടാവാൻ പാടുള്ളൂ. പിന്നെ ഇൻവിറ്റേഷൻ മസ്റ്റ് ബി സബ്സ്ക്രൈബ്ഡ് ഓർ പർച്ചേസ്. ഒന്നെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ആയിരിക്കണം അല്ലെങ്കിൽ പർച്ചേസ് ഉണ്ടായിരിക്കണം. ആൻഡ് ദ ഇൻവിറ്റേഷൻ മസ്റ്റ് റിലേറ്റ് ടു ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് വിൽക്കുന്ന കാര്യങ്ങളായിരിക്കണം ഈ ഇൻവിറ്റേഷൻ ഉണ്ടാകുന്നത്. ഇത്രയും കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ പ്രോസ്പെക്ടസ് എന്ന് പറയാം. അപ്പോൾ അതൊരു ഡോക്യുമെൻ്റ് ആണ്. നോട്ടീസ് ആയിട്ടോ സർക്കുലർ ആയിട്ടോ അഡ്വർടൈസ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ആയിട്ടോ ആവാം. അത് പബ്ലിക്കിൽ നിന്ന് പൈസ വാങ്ങാനുള്ള ഒരു ഓഫറിങ്, ഇൻവിറ്റേഷൻ ഓഫേഴ്സ് ആയിരിക്കും. അത് ഷെയർസോ ഡിബഞ്ചേഴ്സോ വാങ്ങുന്ന കൺസെപ്റ്റിലായിരിക്കാം. ദെൻ ഇതിനൊരു ഇൻവിറ്റേഷൻ ഉണ്ടായിരിക്കണം. ഇൻവിറ്റേഷൻ കമ്പനിയുടെ ബിഹാഫിലായിരിക്കണം. സബ്സ്ക്രൈബ്ഡോ അല്ലെങ്കിൽ പർച്ചേസ്ഡോ ആയിരിക്കണം ഈ ഇൻവിറ്റേഷൻ. അതുപോലെ ഷെയർസോ ഡിബഞ്ചേഴ്സിനെ ആയിരിക്കണം റിലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇൻവിറ്റേഷനിൽ. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ പ്രോസ്പെക്ടസ് എന്ന് പറയാം. ഇനി ഉണ്ടായിരുന്ന വേറൊരു ടേം ഇതിനകത്ത് ബോണസ് ഷെയർസ് എന്താണെന്നാണ്. ബോണസ് ഷെയർസ്, ബോണസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ അഡീഷൻ നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നു. ഇപ്പം ദീപാവലി ഓഫറിൽ ബോണസ് കൊടുത്തു എന്നൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ ഒരു എക്സ്ട്രാ കൊടുക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഷെയർസ് ആണ് എക്സ്ട്രാ കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് ബോണസ് ഷെയർസ് എന്ന് പറയുക. സോ ബോണസ് ഷെയർസ് ഇസ് ദ അഡീഷണൽ ഷെയർസ് ഓഫ് ദാറ്റ് എ കമ്പനി ഗീവ്സ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓൺ ദി ബിഹാഫ് ഓഫ് ദ ഷെയർ ഓൺ ബൈ ദം. ഇപ്പം ഞാനൊരു ABC കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡറാണ്. അപ്പം എൻ്റെ കമ്പനിക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റ് കിട്ടി. അപ്പം പ്രോഫിറ്റ് കിട്ടുമ്പോൾ നോർമലി ചെയ്യാറെന്ന് വെച്ചാൽ ഡിവിഡൻസ് ആയിട്ട് എനിക്ക് തിരിച്ചു തരും അല്ലേ? അതിൻ്റെ ഒരു ഭാഗമായിട്ട് പൈസ എന്ന ടേംസിൽ ഡിവിഡൻഡ് ആസ് ക്യാഷ് ആയിട്ട് തരും. അതിന് പകരം ഡിവിഡൻഡ് ബോണ്ടായിട്ട് തരുകയാണ്. ബോണ്ട് ഷെയർസ് ആയിട്ടാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഇനിയും എക്സ്ട്രാ, ഇപ്പോൾ എൻ്റെ കയ്യിൽ 100 ഷെയർസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ തരാനൊരു കപ്പാസിറ്റി ആയെങ്കിൽ പൈസ തരുന്നതിന് പകരം അവർ ഒരു 5 ഷെയർസും കൂടെ എൻ്റെ പേരിലേക്ക് മാറ്റുന്നു. അങ്ങനെ ഒരു അഡീഷണൽ ഷെയർസ് കമ്പനി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് ബോണസ് ഷെയർസ് എന്ന് പറയുക. സോ ദീസ് ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് വിത്തൗട്ട് എനി അഡീഷണൽ കോസ്റ്റ്. കൂടുതൽ എക്സ്ട്രാ കോസ്റ്റ് ഒന്നുമില്ല. ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല. So bonus shares are issued by a company when it is not able to pay a dividend to the shareholders due to shortage of funds in spite of earning good profit for that quarter. ചിലപ്പം പൈസയായിട്ട് തരാൻ ബുദ്ധിമുട്ടുണ്ടാവാം. പൈസ ഇപ്പോൾ ലിക്വിഡ് ക്യാഷ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഷെയർസ് ആയിട്ട് തരാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും ബോണസ് ഷെയർസ് ആയിട്ട് കൊടുക്കാറുണ്ട്. And in such situation, the company issues bonus shares to its existing shareholders instead of paying dividend. These shares are given to the current shareholders on the basis of their existing holding in the company. അപ്പോൾ എനിക്ക് എത്ര ഷെയർസ് ഉണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എനിക്ക് പിന്നെയും ബോണസ് ഷെയർസ് തരുന്നത്. അപ്പോൾ കുറച്ച് ഷെയർസ് ഉള്ളവർക്ക് കുറച്ച് രീതിയിലേ ബോണസ് ഷെയർസ് കൊടുക്കും. കൂടുതൽ ഷെയർസ് ഉള്ളവർക്ക് കൂടുതൽ ബോണസ് ഷെയർസ് ആയിരിക്കും കൊടുക്കുന്നത്. സോ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർഹോൾഡേഴ്സ് ഓൾസോ നോൺ ആസ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ദ പ്രോഫിറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഗിവൺ ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഓർ റിസർവ്സ് ഓഫ് എ കമ്പനി.
പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗമാണ് കൊടുക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു റിസർവിൻ്റെ ഒരു ഭാഗമാണ് കൊടുക്കുന്നത്, സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതെന്നാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നും പറയാം ഈ ബോണസ് ഷെയർസ് കൊടുക്കുന്നതിന്. ഇപ്പോൾ ഇത്രയും ഓർക്കേണ്ടുള്ളൂ, ഷെയർസ് ആയിട്ട് അഡീഷണൽ ഷെയർസ് ആയിട്ട് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഡിവിഡൻറ്റിന് പകരം കൊടുക്കുകയാണ്, പൈസ കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് കൊടുക്കുന്നതിനെ നമ്മൾ ബോണസ് ഷെയർസ് എന്ന് പറയും. അപ്പോൾ ഇത് കൊടുക്കുന്നത് എപ്പോഴും എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അവർക്ക് എത്രത്തോളം ഷെയർ ഹോൾഡിങ്സ് ഉണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ബോണസ് ഷെയർസ് കൊടുക്കാറ്. ഈ ഒരു കൺസെപ്റ്റിനെ നമുക്ക് വേണമെങ്കിൽ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നും പറയാം, ബിക്കോസ് ദീസ് ആർ ഗിവൺ ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഓർ ഔട്ട് ഓഫ് ദ ഏർണിങ്സ് ഓഫ് എ കമ്പനി. അതുകൊണ്ട് തന്നെ ഇതിനെ ബോണസ് ഷെയർസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നും പറയാം. അപ്പോൾ ഇതൊക്കെയാണ് മേജർ ടേംസ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ദ മേജർ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. CIN, പ്രൊമോട്ടർ, ഡോക്ട്രീൻ ഓഫ് അൾട്രാവയറസ്, പ്രോസ്പെക്ടസ് ആൻഡ് ബോണസ് ഷെയർസ്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? ഇനി ഉണ്ടായിരുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ റോൾ ഓഫ് CEO, CFO ആൻഡ് ദ ഡയറക്ടർ ഓഫ് എ കമ്പനി? ഇതായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതും കൂടെ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. സോ വാട്ട് ആർ ദ റോൾ ഓഫ് എ CEO, CFO ആൻഡ് എ ഡയറക്ടർ? CEO എന്ന് പറഞ്ഞാൽ എന്താ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. കമ്പനിയുടെ CEO എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ലെവൽ ഒഫീഷ്യലാണ്. സോ വാട്ട് ആർ ഇറ്റ്സ് ഡ്യൂട്ടീസ്? മേജർ റോൾ എന്ന് ചോദിച്ചാൽ ദ ഫസ്റ്റ് വൺ ഇസ് ഹി ഈസ് ദ വൺ ഹു ഡെവലപ്പ് ദ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡയറക്ഷൻ. എന്തൊക്കെ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് എടുക്കണം, പുതിയ തീരുമാനങ്ങൾ എന്തൊക്കെ എടുക്കണം, പോളിസീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യേണ്ടത്, അതെല്ലാം ഡ്യൂട്ടീസ് CEOയുടെ ആണ്. അതുപോലെ പ്ലാൻസ് ഉണ്ടാക്കുക, പ്രപ്പോസ്ഡ് പ്ലാൻസ് തയ്യാറാക്കി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതും CEOയുടെ ഡ്യൂട്ടിയാണ്. പ്ലാനിങ് ചിലപ്പോൾ വേറെ ആൾക്കാരായിരിക്കും ചെയ്യുന്നത്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എപ്പോഴും CEO ആയിരിക്കും. ദെൻ ബഡ്ജറ്റിംഗ് ആൻഡ് ഫോക്കാസ്റ്റിംഗ് മേജർ ഡിസിഷൻ ചെയ്യുന്നത് CFO ആയിരിക്കും. അതിൻ്റെ ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്ന ആരായിരിക്കും? CEO ആയിരിക്കും. ദെൻ കമ്മ്യൂണിക്കേറ്റിംഗ് എവറിത്തിങ് വിത്ത് ദ BOD, നമ്മുടെ CEO ആയിരിക്കും. ഇപ്പം ബാക്കിയുള്ള ലോവർ ലെവലായിട്ടുള്ള നമ്മുടെ മാർക്കറ്റിംഗ് മാനേജറോ ഫിനാൻഷ്യൽ മാനേജറോ അതുപോലെ അക്കൗണ്ട്സ് മാനേജറോ എല്ലാം പറയുന്ന കാര്യങ്ങൾ നമുക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അറിയിക്കണം. അറിയിക്കാൻ വേണ്ടി നമ്മൾ CEOനോടായിരിക്കും കാര്യങ്ങളെല്ലാം പറയുന്നത്. ഹി വിൽ ബി ദ വൺ ഹൂ ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ മിഡിൽ ലെവൽ മാനേജേഴ്സ് ആൻഡ് ദ BODയും മിഡിൽ ലെവലിൻ്റെ ഇടയിൽ നിന്ന് അവരുടെ കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എപ്പോഴും CEO ആയിരിക്കും. ആൻഡ് ഓൾസോ ഹി വിൽ ബി ദ വൺ ഹു ട്രാക്ക് ദ കമ്പനി പെർഫോമൻസ്. കമ്പനി ഇപ്പോൾ നല്ല സ്ഥിതിക്കാണോ പോകുന്നത്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെയുള്ള പെർഫോമൻസ് എല്ലാം മെഷർ ചെയ്യുന്നത് CEO ആയിരിക്കും. സോ ദീസ് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് എ CEO ഇൻ എ കമ്പനി. He developed the strategic objectives and direction. He implement the proposed plans. He is the one who approves the budget and the forecasting. He will be the communicating link between the middle managers and the BOD. And also he will be the one who track the company's പെർഫോമൻസ്. അപ്പോൾ ഇതൊക്കെയാണ് മേജർ ഡ്യൂട്ടീസ് ഓഫ് എ CEO. അപ്പോൾ CFO എന്ന് പറയുമ്പോൾ എന്താ, അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ തന്നെ സെക്കൻഡ് പാർട്ടായിരുന്നു, വാട്ട് ഇസ് ദ റോൾ ഓഫ് CFO മീൻസ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റോളായിരിക്കും അയാൾക്ക്. അപ്പോൾ നമുക്കിവിടെ കാണാം വാട്ട് അബൌട്ട് ദ സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യുന്നത് ആരായിരിക്കും? CFO ആയിരിക്കും. സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്ന CEO ആയിരിക്കും. അത് പ്ലാൻസ് എന്ന ഫോമിൽ മാറ്റുന്നത് CFO ആയിരിക്കും. Then he will be the one who is involved in the finance management and also financial operations. എന്തൊക്കെ ഫിനാൻഷ്യൽ ഓപ്പറേഷൻ നടക്കണം, നമുക്ക് ഷെയർസ് വിൽക്കണോ വാങ്ങണോ, അല്ലെങ്കിൽ പുതിയ ഒരു എംപ്ലോയി എടുത്താൽ അവർക്ക് എത്ര സാലറി ഫിക്സ് ചെയ്യണം, ഇതൊക്കെ തീരുമാനം എടുക്കുന്നത് ഒരു HR മാനേജർ വിത്ത് കോർഡിനേഷൻ വിത്ത് CFO ആയിരിക്കും. ഒരു പുതിയ ആളെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ എത്ര എക്സ്പെൻസ് നമുക്ക് അയാൾക്ക് വേണ്ടി ചിലവാക്കാം, അതൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? CFO ആയിരിക്കും. ദെൻ ഹി വിൽ ബി ദ വൺ ഇൻവോൾവ് ഇൻ ദ റിസ്ക് മാനേജ്മെൻറ്റ് നോക്കേണ്ടത് ഒരു CFOൻ്റെ ഡ്യൂട്ടിയാണ്. റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം പല ടൈപ്പ് ഓഫ് റിസ്ക് ഉണ്ടാവും ഒരു കമ്പനിയിൽ, സിസ്റ്റമാറ്റിക് അൺസിസ്റ്റമാറ്റിക് അങ്ങനെ പല ടൈപ്പ് ഓഫ് റിസ്ക് ഉണ്ട്. എക്കണോമിക് റിസ്ക് ഉണ്ടാവും, ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ടാകാം, എൻവയോൺമെൻറ്റ് റിസ്ക് ഉണ്ടാകാം, മാനേജർ റിസ്ക് ഉണ്ടാവും, കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം റിസ്ക് എല്ലാം മനസ്സിലാക്കി എന്തൊക്കെ ടൈപ്പ് റിസ്ക് ഉണ്ട്, അതൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യും, ഇതൊക്കെ തീരുമാനം എടുക്കുന്ന ആരാ? ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് അതിൻ്റെയൊക്കെ തീരുമാനം എടുക്കുന്നത് എപ്പോഴും CFO ആയിരിക്കും. ദെൻ ഡേറ്റ അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. നമ്മൾ പല ടൈപ്പ് ഓഫ് അനാലിസിസ് നിങ്ങളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൊക്കെ പഠിക്കും. പല റേഷ്യോ അനാലിസിസുകൾ ചെയ്യും. കറണ്ട് റേഷ്യോ, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, ഷെയർ ഹോൾഡേഴ്സ് ക്രെഡിറ്റ് പേ ബാക്ക് പീരീഡ് റേഷ്യോ, അങ്ങനെ പല റേഷ്യോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അനലൈസ് ചെയ്ത് അത് കമ്പനിയെ എങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകും എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എപ്പോഴും CFO ആയിരിക്കും. ദെൻ ഇൻ ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. ഇനി ഇത് നമ്മുടെ കമ്പനിയുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇല്ലേ, ആനുവൽ റിപ്പോർട്ടെല്ലാം, അതെല്ലാം പ്രിപ്പയർ ചെയ്യുക. ബാലൻസ് ഷീറ്റും അടുത്ത വർഷത്തെ എസ്റ്റിമേറ്റും ബഡ്ജറ്റും അതെല്ലാം റെക്കോർഡഡ് ഫോമിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതും ഒരു CFOൻ്റെ ഡ്യൂട്ടി ആയിരിക്കും. ഇതൊക്കെയാണ് മേജർ ഡ്യൂട്ടീസ് ഓഫ് എ CFO. സ്ട്രാറ്റജി പ്ലാനിങ്,
the finance management and managing the financial operation, risk management, data analysis and forecasting, financial information and reporting. ഞാനിവിടെ ഒരു പോയിൻറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ഇതിനുള്ളിലുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വേർഡ്സിൽ എഴുതാം. ഓക്കെ, ഇപ്പോൾ ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിട്ടാണ് റോൾ ഓഫ് CFO ചോദിക്കുമ്പോൾ ഈ 5 പോയിൻ്റ് ഹെഡിങ് എഴുതുക. ബാക്കി ഉള്ളിലുള്ള കണ്ടൻസൊക്കെ നിങ്ങൾക്ക് സ്ട്രാറ്റജി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ എന്നുള്ള കാര്യം എഴുതുക. റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ റിസ്ക് ഉണ്ട്, അതൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യണം, അതൊക്കെയാണ് അവരുടെ ഡ്യൂട്ടി എന്ന രീതിയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ മൂന്നാമത് ഇതിനകത്ത് ഉണ്ടായിരുന്നത് വാട്ട് ഇസ് എ റോൾ ഓഫ് എ ഡയറക്ടർ ആണ്. 3 ക്വസ്റ്റ്യൻ ആയിട്ടാണ് അത് വന്നിരുന്നത്. വാട്ട് ആർ ദ റോൾ ഓഫ് എ CEO, CFO ആൻഡ് ഡയറക്ടർ. അപ്പോൾ ഡയറക്ടർ ഓഫ് എ കമ്പനി എന്ന് പറയുമ്പോൾ അവർ എന്തൊക്കെ ഡ്യൂട്ടീസ് ചെയ്യണം? ഹി വിൽ ബി ദ വൺ ഹു പ്രൊമോട്ട് ദ കമ്പനി. കമ്പനിയുടെ വളർച്ച അല്ലെങ്കിൽ കമ്പനിയെ ആൾക്കാരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, അത് ഒരു ഡയറക്ടറിൻ്റെ ഡ്യൂട്ടി ആയിരിക്കും. ദെൻ ഹി വിൽ ബി ദ വൺ ഹു ടേക്ക് ഇംപാർഷ്യൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ. ഒരു ഡയറക്ടർ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ഇംപാർഷ്യൽ ആയിരിക്കണം. പല ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഡയറക്ടറിന് താല്പര്യമുള്ള ആൾക്കാർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, താല്പര്യമില്ലാത്ത ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിനനുസരിച്ചൊന്നുമല്ല നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത്. ഡിസിഷൻ എപ്പോഴും കമ്പനിയുടെ വെൽബീയിങ് മാത്രമേ ശ്രദ്ധിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇംപാർഷ്യലായിട്ടോ അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കണം. വേറൊരാൾ പറയുന്നതിനനുസരിച്ചൊന്നുമല്ല ഡയറക്ടർ തീരുമാനം എടുക്കേണ്ടത്. ഹി ഷുഡ് ഹാവ് ഹിസ് ഓൺ സ്റ്റാൻഡ്. He should take decision in his own stand അല്ലേ. അപ്പോൾ അതാണ് ടേക്ക് ഇംപാർഷ്യൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ. പിന്നെ ഹീ ഷുഡ് പ്രിവെൻറ്റ് ദ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ചില കമ്പനികളിൽ അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അതുപോലെ വർക്കേഴ്സും ഒക്കെ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകും. പലവരുടെയും പല എയിമിലായിരിക്കും, പല ഒബ്ജക്റ്റീവിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം സോൾവ് ചെയ്യുക, അതെല്ലാം പ്രിവെൻറ്റ് ചെയ്യുന്നതും ആരുടെ ഡ്യൂട്ടിയാണ്? ഡയറക്ടറിൻ്റെ ഡ്യൂട്ടിയാണ്. പിന്നെ ഡ്യൂട്ടി ടു ആക്ട് വിത്തിൻ പവേഴ്സ്. ഒരു ഡയറക്ടറിന് കുറേ പവേഴ്സ് അയാളുടെ കയ്യിൽ വെസ്റ്റഡ് ആണ്. ആ പവേഴ്സിനുള്ളിൽ തന്നെ നിന്ന് വേണം അയാൾ വർക്ക് ചെയ്യാൻ. അതിനേക്കാളും കൂടുതലോ കുറവോ വർക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഡയറക്ടർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു മാനേജർ, HR മാനേജറാണ്, ഫിനാൻസ് മാനേജറൊക്കെ റെസ്പെക്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അവർ ഒരു ഡയറക്ടറിനെ കേട്ടാണ് എല്ലാ വർക്കും ചെയ്യേണ്ടത്. അതിന് പകരം ഡയറക്ടറിനൊട്ടും എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു HR മാനേജറിനെയോ ഫിനാൻസ് മാനേജറിനെയോ ആണെങ്കിൽ ദ ഡയറക്ടർ ഈസ് ഇൻഎഫിഷ്യൻ്റ് അല്ലേ. അപ്പോൾ ഒരു ഡയറക്ടറിന് എന്തൊക്കെ പവേഴ്സ് ഉണ്ടോ ആ പവേഴ്സ് ഫുൾ എക്സസൈസ് ചെയ്തിരിക്കണം. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ടു എക്സസൈസ് റീസണബിൾ കെയർ, സ്കിൽസ് ആൻഡ് ഡെലിഗൻസ്. ഇപ്പോൾ അയാളുടെ ഡ്യൂട്ടീസിലാണെങ്കിൽ എത്ര കെയർ കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് എന്തൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണോ അതൊക്കെ ശ്രദ്ധിച്ച് എത്ര സ്കിൽസ് വേണോ അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നതും ഒരു ഡയറക്ടറിൻ്റെ റോളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 3 കൺസെപ്റ്റ്. വാട്ട് ആർ ദ റോൾ ഓഫ് CEO, CFO ആൻഡ് ഡയറക്ടർ എന്ന കൺസെപ്റ്റ്. ഓക്കെ സോ നെക്സ്റ്റ് ഡിസൊല്യൂഷൻ ആൻഡ് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി ആയിരുന്നു 3rd ക്വസ്റ്റ്യൻ. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഓഫ് കോർപ്പറേറ്റ് ലോ ആണ്. മാനേജർ എക്കണോമിക്സ് കഴിഞ്ഞ് നിങ്ങൾ കാണുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും, എല്ലാം കൂടി ഇപ്പോൾ പാടാവത്തില്ല. അപ്പോൾ മാനേജർ എക്കണോമിക്സ് നന്നായിട്ട് പഠിക്കുക. അതിന് ശേഷം മാനേജർ എക്കണോമിക്സ് കഴിഞ്ഞ ദിവസം അതിൻ്റെ അടുത്ത ദിവസമായിട്ട് ഈ വീഡിയോസ് കാണുക. അപ്പോൾ പാർട്ട് A, B, C എന്ന 3 ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോന്നിൻ്റെ ടേംസ് എക്സ്പ്ലനേഷൻ, CIN എന്ന് പറയുന്നത് എന്താണ്, പ്രൊമോട്ടർ, ഡോക്ട്രിൻ ഓഫ് വires, പ്രോസ്പെക്ടസ്, ബോണസ് ഷെയർസ്, ദെൻ റോൾ ഓഫ് CEO, CFO ആൻഡ് ഓൾസോ ദ ഡയറക്ടർ. ഇത്രയും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. സോ നെക്സ്റ്റ് വീഡിയോ ഐ വിൽ ബി അപ്ലോഡിംഗ് അബൌട്ട് ദ ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി, വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി, ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ആൻഡ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോ മാനേജ്മെൻറ്റ്. Okay, so we can watch in the next lecture, and thank you and all the best for your exam.